നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. തമിഴക രാഷ്ട്രീയവും തമിഴ് സിനിമയും വേർപിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ബന്ധമല്ല. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് തന്നെ രാഷ്ട്രീയ സിനിമ ബന്ധം ഒരു പൂക്കൾക്കുടി ബന്ധം പോലെ തന്നെ ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഭരിക്കുമ്പോൾ രാമസ്വാമി നായ്ക്കരുടെ അനുഗ്രഹത്തോടെ അണ്ണാദുരൈ ദ്രാവിഡ മുന്നേറ്റ കഴകം രൂപീകരിക്കുമ്പോൾ സിനിമയിലെ നെടുങ്കൺ ഡയലോഗുകൾ എഴുതി ശിവാജി ഗണേശനെ കൊണ്ടും MGRനെ കൊണ്ടും പറയിച്ച് കയ്യടി വാങ്ങുന്ന മുത്തുവേൽ കരുണാനിധിയെയും തമിഴ് മക്കളുടെ മനസ്സിൽ കൂടുകൂട്ടിയ മലയാളിയായ MG രാമചന്ദ്രനെയും ഇടവും വലവും നിർത്തി വേണം നമ്മുടെ പാർട്ടി മുമ്പോട്ട് പോകാമെന്ന് ദീർഘദർശിയായ അണ്ണാദുരൈ ഉറപ്പിച്ചു. അതിൻ്റെ ഫലമെന്തായി? പിന്നെ കോൺഗ്രസ് തമിഴക രാഷ്ട്രീയത്തിൽ നിലം തൊട്ടിട്ടില്ല. മദ്രാസിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പേരിനൊരു കടലാ സംഘടന പോലെ ആയിപ്പോയി. മൂപ്പിള തർക്കം വന്ന് നീയാണോ ഞാനാണോ വലുത് എന്നുള്ള ഈഗോ വർക്കൗട്ടായി. കരുണാനിധിയുടെ ചില കുതന്ത്രങ്ങൾ കൊണ്ട് DMK പിളർന്നപ്പോഴും DMKയും അണ്ണാ DMKയും തന്നെയാണ് മാറി മാറി അധികാരം കൈയാളിയത്. ഒരു വശത്ത് കരുണാനിധിയും മറുവശത്ത് MGRും പിന്നെ ജയലളിതയുമായി. ഇവരുടെയൊക്കെ മരണത്തോടെ ഇപ്പോൾ DMK സാരഥി സ്റ്റാലിൻ്റെ കൈവെള്ളയിലായി തമിഴകം. ADMK ആണെങ്കിൽ പല കഷ്ണങ്ങളായി, കെട്ടുറപ്പില്ലാതെയായി. ദക്ഷിണേന്ത്യയിൽ നല്ല വേറിട്ടം കിട്ടുമെന്ന് കരുതിയ BJPക്കും കർണാടകയിൽ കിട്ടിയ വളർച്ച പോലും തമിഴ്നാട്ടിൽ കിട്ടിയില്ല. സകലരെയും വേർപെടുത്തി, അല്ലെങ്കിൽ സകലരെയും പേടിപ്പെടുത്തി രജനീകാന്ത് രാഷ്ട്രീയത്തിലേക്കെന്ന് പ്രഖ്യാപിച്ചു. ഒന്നിലും ഒരിടത്തും ഉറച്ചു നിൽക്കാത്ത സ്റ്റൈൽ മന്നൻ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും വാങ്ങി കിഡ്നിയും മാറ്റിവെച്ച് തൻ്റെ രാഷ്ട്രീയ സ്വപ്നം അവസാനിപ്പിച്ചു. അവിടെ തീർന്നു. 6 വയസ്സ് മുതൽ തമിഴരെ അഭിനയം കൊണ്ട് വിസ്മയിപ്പിച്ച കമൽഹാസൻ അദ്ദേഹത്തിൻ്റെ അടുത്ത ഊഴമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമൽ പോലും ജയിക്കാതെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം തീർന്നു. ആകെ കിട്ടിയത് സ്റ്റാലിൻ്റെ ഔദാര്യത്തിൽ കമലിനൊരു രാജ്യസഭാ സീറ്റ് കിട്ടി. MP ആയിട്ട് മാസം 2-3 ആയിട്ടും ഇവിടുന്ന് ഉറങ്ങാൻ പോകുന്നത് പോലെ, ഇവിടുന്ന് ഒരുപാട് പേര് പോകണുണ്ടല്ലോ ഉറങ്ങാൻ, വാ തുറക്കൂല്ലോ, വായിലൊക്കെ ഒന്നുമില്ല, അപ്പന്മാരെ പോലെയല്ലേ പോയിരിക്കുന്നത്. കമലും ഇതുവരെ രാജ്യസഭയിൽ വായ തുറന്നിട്ടില്ല. രാജ്യസഭാ കാലാവധി 6 വർഷം കഴിയുമ്പോൾ കമലിൻ്റെ പാർട്ടി മക്കൾ നീതി മയ്യം അകാലത്തിൽ ചാവുമെന്നുള്ള കാര്യം ഉറപ്പാണ്. 2031 വരെ ഇനിയിപ്പോൾ രാജ്യസഭ MP ആണല്ലോ കമൽഹാസൻ. 2031 ആകുമ്പോഴേക്കും കമൽഹാസന് 77 വയസ്സാകും. പിന്നെ എന്ത് നീതിമയ്യം? മുൻ MP എന്നുള്ള ഒരു പേര് മാത്രം കമലിനുണ്ടാവും. ഇവിടേക്കാണ് തമിഴകത്തെ പുതിയ ദളപതി, അല്ലെങ്കിൽ എന്തോ പുതിയ ദളപതി എന്നല്ലേ അയാൾ വിളിക്കുന്നത് തന്നെ, പുതിയ ദളപതി വിജയ് തമിഴക വെട്രി കഴകം എന്ന് പറഞ്ഞ TVK എന്ന് പറഞ്ഞ പാർട്ടിയുമായിട്ട് രംഗത്തിറങ്ങുന്നത്. പുതിയ സിനിമകൾ പൊട്ടുന്നില്ല എങ്കിലും പഴയ വമ്പൻ വിജയം വരിക്കുന്നില്ല വിജയര സിനിമകൾ. ADMKകളും BJPയും ക്ലച്ച് പിടിക്കുന്നുമില്ല. കമലും രജനിയുടെയും ഭീഷണിയും ഇല്ല. കേന്ദ്രത്തെയും സ്റ്റാലിനെയും ഒരുപോലെ വിമർശിച്ചാൽ ഇടം പിടിക്കാം എന്ന് കണ്ട് വിജയ് ഇറങ്ങി. നമ്മുടെ സുരേഷ് ഗോപിയെ പോലെ ഞാനിപ്പോഴും സിനിമയിൽ സൂപ്പർ സ്റ്റാറാണ് എന്ന മട്ടിൽ ലൊട്ടിലൊടുക്ക് പരിപാടികളുമായി ഇറങ്ങിയ വിജയെ കാണാൻ റോഡിൽ ആൾ കൂടുക സ്വാഭാവികം. നമ്മുടെ ഹണി റോസ് ഉദ്ഘാടനത്തിന് വരും പോലെ ജനക്കൂട്ടം വിജയെ കാണാനുമുണ്ട്. എന്തായാലും വിജയുടെ നീക്കം ഇന്നലെ നന്നായി പാളിപ്പോയി എന്ന് പറയാം. കണ്ടോണ്ടിരുന്നപ്പോൾ സത്യത്തിൽ നെഞ്ചിലിട്ട് കുത്തും പോലെയാണ് എനിക്ക് തോന്നിയത്. വിജയ് സംഘടിപ്പിച്ച രാഷ്ട്രീയ റാലിയിലെ തിക്കും തിരക്കും കൊണ്ട് നമ്മളിത് ചിത്രീകരിക്കുന്ന സമയം വരെയും 40 പേർ മരിച്ചു. നിരവധി പാവങ്ങൾ മരണത്തോട് മല്ലടിച്ച് ആശുപത്രി കിടക്കുന്നു. പകൽ മുഴുവൻ തങ്ങളുടെ നായകനെ കാണാൻ പൊരുവെയിലത്ത് തിക്കിത്തിരക്കി റോഡിൽ തമ്പടിച്ചവർ ആഹാരമോ വെള്ളമോ ശുദ്ധവായുവോ കിട്ടാതെ തളർന്ന് തങ്ങളുടെ നായകൻ വൈകി രാത്രി എത്തിയപ്പോൾ കാണാനായി തിക്കിത്തിരക്കി. ചിലർ കുഴഞ്ഞു വീണു. വീണവരുടെ പുറത്ത് ചവിട്ടിയും ചാടിയും ഒക്കെ മരണത്തിലേക്ക് തള്ളിവിട്ടു. ജനത്തിരക്ക് കാരണം ജീവനുള്ളവരെ കയറ്റി ആംബുലൻസുകൾ പോലും 2 മണിക്കൂറൊക്കെ കഴിഞ്ഞാണ്
ആശുപത്രിയുടെ മുന്നിലെത്തിയത്. 10 ലക്ഷം മരിച്ചവർക്ക് തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചു. മരിച്ച ഓരോരുത്തർക്കും വിജയ് 20 ലക്ഷം രൂപ വീതം പ്രഖ്യാപിച്ചു. അപ്പം മരിച്ച ഒരാളിനപ്പോൾ 30 ലക്ഷം രൂപ കിട്ടും. ആശുപത്രിയിൽ അപകട നിലയിൽ കിടക്കുന്ന രോഗികൾക്ക് വിജയ് 2 ലക്ഷം രൂപ വീതം പ്രഖ്യാപിച്ചു. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഭരണക്കാരുടെ കണ്ണിലെ കരടാണ് താൻ എന്ന ചിന്ത വിജയനുണ്ടായിരുന്നോ എന്നുള്ള സംശയമുണ്ട് എനിക്ക്. എത്ര ജനം കൂടാൻ സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം സർക്കാരിന് റിപ്പോർട്ട് നൽകേണ്ടതാണ്. അതും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. വെള്ളവും ലഘുഭക്ഷണവുമെങ്കിലും കരുതാതെ മണിക്കൂറുകൾ കൊച്ചുകുട്ടികളെ അടക്കം തെരുവിൽ നിർത്തിയതിന് എന്ത് ന്യായം പറയും? 15,000 പേർക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത ഇടത്ത് 50,000 പേര് വന്നപ്പോൾ തടയാൻ പോലീസിന് ഉത്തരവാദിത്വം ഇല്ലെന്ന് ചോദിച്ചാൽ ഉത്തരവാദിത്വം ഇല്ല എന്ന് ഞാൻ പറയും. കാരണം പോലീസ് എന്തെങ്കിലും മിണ്ടിയാലേ എല്ലാവരും കൂടെ പോലീസുകാരെ എടുത്തിട്ട് അടിക്കും. 50 പോലീസുകാർ 50,000 ആൾക്കാരുമായ എന്ത് ചെയ്യും? എന്തായാലും വിജയുടെ പാർട്ടിയിലെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള 5-6 പേര് മുങ്ങിയിരിക്കുകയാണ്. അവരുടെയൊക്കെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. മിക്കവാറും നാളെ വിജയുടെ പേരിലും കേസെടുക്കുമെന്ന് പറയുന്നു. പക്ഷേ ബുദ്ധിമാനായതുകൊണ്ട് സ്റ്റാലിൻ വിജയെ വിടാനാണ് സാധ്യത. വിജയെ മാത്രം അങ്ങ് മാറ്റിവിടും. കാരണം അല്ലെങ്കിൽ തമിഴകത്ത് DMKക്ക് ദോഷം വരുമെന്ന് അയാൾക്ക് അറിയാം. കാരണം വിജയെ അറസ്റ്റ് ചെയ്താൽ അതും അവൻ ഇലക്ഷനിൽ കൊണ്ടുപോകാനുള്ള കളി കളിക്കുമോ എന്ന് സ്റ്റാലിൻ അറിയാമായിരിക്കുമല്ലോ. എന്തായാലും വലിയ കഷ്ടമായിപ്പോയി. 40 പേര് ആളുകൾ ചവിട്ടി തെറിപ്പിച്ച് ശ്വാസം കിട്ടാതെയൊക്കെ മരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമായിപ്പോയി. നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ EMSന്റെ മൂത്ത മകളാണ് ഡോക്ടർ മാലതി. അവർക്ക് 8 വയസ്സ് തികഞ്ഞതിൻ്റെ അന്ന് ചിക്കൻ ബോക്സ് പിടിച്ച് കിടന്ന അച്ഛനെ EMSലെ പോലീസുകാർ കൊണ്ടുപോയി. പോലീസുകാർ അച്ഛനെ കൊണ്ടുപോയതിൻ്റെ പിറ്റേന്ന് അമ്മ അനുജൻ ശ്രീധരനെ പ്രസവിച്ചു. ഈ പറഞ്ഞ 8 വയസ്സുകാരിയായ മാലതിയാണ് അമ്മയ്ക്ക് പ്രസവ ശുശ്രൂഷ നൽകിയത്. 1940 ഏപ്രിൽ 28 മാലതിക്ക് 3 വയസ്സ്. അങ്ങനെ മാലതിക്ക് 3 വയസ്സുള്ളപ്പോൾ അമ്മയെയും മകളെയും ഒറ്റയ്ക്കാക്കി ഒരു വെളുപ്പാങ്കാലത്ത് സഖാവ് EMS ഒളിവിൽ പോയി. ദിവസങ്ങൾ, മാസങ്ങളും വർഷങ്ങളുമായി പോയി. ഒരറിവുമില്ല ആളെവിടെ ഉണ്ടെന്ന്. പലരോടും അന്വേഷിച്ചു. ആർക്കും അറിയില്ല EMS എവിടെ ഉണ്ടെന്ന്. പോലീസ് പിടിച്ച് തല്ലിക്കൊന്ന് കുഴിച്ച് ഇട്ടിട്ടുണ്ടാവും എന്നാണ് അവരുടെ ബന്ധുക്കളും പരിചയക്കാരും ഒക്കെ ആര്യ അന്തർജനത്തോട് പറഞ്ഞത്. ഇനി ആനെ കാത്തിരിക്കണ്ട, നിന്റെ കരുത്ത് കിടക്കുന്ന ഈ താരിയും ഊരുക്കള എന്നായി ബന്ധുക്കളും പരിചയക്കാരും ഒക്കെ. പക്ഷേ ആ ഭാര്യ ആര്യ അന്തർജനം എൻ്റെ ഭർത്താവിന് ഒരിക്കലും അങ്ങനെ ഒരു അപകടം വരില്ല എന്ന് പ്രതീക്ഷയോടെ ജീവിച്ചു. ഒരിക്കൽ ഒരു പരിചിതമല്ലാത്ത ഒരു മുഖം വീട്ടിൽ വരികയും അവർക്ക് ഒരു കത്ത് നൽകുകയും ചെയ്തു. കത്ത് കൊടുത്ത ആൾ പറഞ്ഞു, ഇപ്പോഴൊന്നും വായിക്കരുത്. ഞാൻ പോയി മണിക്കൂറുകൾക്ക് ശേഷം രഹസ്യമായി മുറി അടച്ചിരുന്ന് വായിക്കുക. വായിച്ചിട്ട് ആ കത്ത് കീറിക്കളയൊന്നും ചെയ്യരുത്. അതിനപ്പം തന്നെ അടുപ്പിലിട്ട് കത്തിച്ച് കളയണം. കത്തിൽ തനിക്ക് പരിചിതമായ കൈപ്പിടയിൽ ഒരൊറ്റ വരി മാത്രമേ എഴുതിയിരുന്നുള്ളൂ, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. 5 വയസ്സുകാരിയായ മകളോടൊപ്പം ആര്യ അന്തർജനത്തിന് ജീവിക്കാനുള്ള പ്രേരണയായത് ആ കത്തായിരുന്നു. അച്ഛൻ്റെ ആശയ ആദർശങ്ങളിൽ വെള്ളം ചേർക്കാതെ ആ മകൾ വളർന്നു. മാലതിയുടെ വിവാഹ ദിവസം അച്ഛൻ മകൾക്ക് കൊടുത്ത വിവാഹ സമ്മാനം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു പുസ്തകമായിരുന്നു. കേരളം മലയാളികളുടെ മാതൃഭൂമി. പെൺകുട്ടികൾ അച്ഛൻ്റെയോ ഭർത്താവിൻ്റെയോ മേൽവിലാസത്തിൽ ജീവിക്കരുത് എന്നുള്ള കാഴ്ചപ്പാടുകാരനായിരുന്നു സഖാവ് EMS. ആ കാഴ്ചപ്പാടിൽ ജീവിച്ച മകളായിരുന്നു ഡോക്ടർ മാലതി. പിറ്റേന്നത്തെ കാര്യങ്ങൾ തലേന്നെ പ്ലാൻ ചെയ്യണം എന്നും അദ്ദേഹം ഉപദേശിച്ചു. ഈ 2 കാര്യങ്ങളും മരിക്കുന്നതുവരെയും ഡോക്ടർ മാലതി നടപ്പിലാക്കിയിരുന്നു എന്നുള്ളതാണ്. ഒരു കാര്യവും നാളെ നടത്താനുള്ള കാര്യം തലേ ദിവസം തന്നെ റെഡിയാക്കി വയ്ക്കണം. ഞാൻ ഇന്ന് അതിൽ നിന്നാണ് അത് പഠിക്കുന്നത്. കാരണം ഞാൻ ട്രെയിൻ പോകാൻ 5 മിനിറ്റുള്ളപ്പോഴാണ് കൊണ്ടുപോകാനുള്ള പുസ്തകമോ അല്ലെങ്കിൽ ഡ്രസ്സോ അന്വേഷിച്ച് കിടക്കുന്നത്. ടെൻഷൻ കയറില്ലേ?
തലേ ദിവസം ചെയ്തു വയ്ക്കണമെന്നാണ് അദ്ദേഹം മകളെ പഠിപ്പിച്ചത്. ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്ക് കാറില്ല, സ്വന്തമായി കയറി കിടക്കാൻ വീടില്ല എന്നറിഞ്ഞപ്പോൾ കൂടെ പഠിച്ച സഹപാഠികൾ മെഡിസിന് പഠിക്കുമ്പോൾ അത്ഭുതപ്പെട്ടപ്പോഴും അതിനെയൊക്കെ നിസ്സംഗമായി കണ്ട ആളായിരുന്നു ഡോക്ടർ മാലതി. EMS മരിക്കുന്നതുവരെ അദ്ദേഹത്തിന് സ്വന്തം വീടില്ലായിരുന്നു. സ്വന്തം വീടിനെ പാർട്ടിക്ക് എഴുതി കൊടുത്തിട്ട് വാടക വീട്ടിൽ കഴിഞ്ഞ ആളാണല്ലോ. പാർട്ടി നോക്കിയിരുന്നു, വാടകയും ഡ്രസ്സും ഒക്കെ വാങ്ങിക്കൊടുക്കുമായിരുന്നു പാർട്ടി. അദ്ദേഹത്തിന് കിട്ടുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ റോയൽറ്റി അദ്ദേഹം പാർട്ടിക്ക് കൊടുക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു തുണ്ട് കൊടുത്തയക്കും, എനിക്ക് 2 ബനിയനും 3 ലുങ്കിയും വേണമെന്നൊക്കെ പറഞ്ഞ് തുണ്ട് കൊടുത്തയക്കുമായിരുന്നു EMS. ഇന്നലെ 87ാമത്തെ വയസ്സിൽ ഡോക്ടർ മാലതി മരിച്ചു. CPMന്റെ പാർട്ടി സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ ഭാര്യയും ഒക്കെ ആദരാഞ്ജലികൾ അർപ്പിക്കാനായിട്ട് തിരുവനന്തപുരത്തുള്ള അവരുടെ വീട്ടിൽ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്കാണെങ്കിൽ ഇന്നലെ തിരക്കിട്ട പരിപാടികളാണ്. കൊച്ചിയിൽ 85 കോടി 75 ലക്ഷം രൂപ മുടക്കി 394 കുടുംബങ്ങൾക്ക് സൗജന്യമായി കൊടുക്കാനായി നിർമ്മിച്ച ഫ്ലാറ്റ് സമുച്ചയം കൊച്ചിയിൽ നൽകുന്ന ചടങ്ങിലും പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് ലീഡർഷിപ്പ് മീറ്റിങ്ങിലും ഒക്കെയായി തിരക്കായിരുന്നു ഇന്നലെ പിണറായിക്ക്. പക്ഷെ അദ്ദേഹം കൊച്ചിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഡോക്ടർ മാലതിയെ അവസാനമായി വന്ന് കണ്ടിട്ടാണ് അദ്ദേഹം പോയത്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആണെങ്കിൽ ഡൽഹിയിലാണെന്ന് തോന്നുന്നു, അദ്ദേഹം വന്നില്ല. പിന്നെ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി മാതാ അമൃതാനന്ദമയിക്ക് ഉമ്മ വയ്ക്കുന്ന തിരക്കിൽ കരുനാഗപ്പള്ളിയിലാണ്, അതുകൊണ്ട് അദ്ദേഹം വന്നില്ല. പിന്നെ ഇവിടെ ഒരു കാതികനെ പോലെ നടക്കുന്ന ഒരു പീഡന കേസിലെ പ്രതിയായ ഒരു MLA ഉണ്ടല്ലോ, PK ശശി, അദ്ദേഹമാണല്ലോ ഇപ്പോൾ KTDCയുടെ ചെയർമാൻ. അദ്ദേഹം താമരശ്ശേരി ഇഡ്ഡലി വിൽക്കുന്ന തിരക്കിലാണ് മസ്കറ്റ് ഹോട്ടലിൽ. അപ്പം അങ്ങനെ അവരെല്ലാം ഓരോരോ തിരക്കിലായതുകൊണ്ട് അവരാരും വന്നില്ല. എനിക്ക് സജി ചെറിയാൻ്റെ ഉമ്മമ്മയിപ്പിൻ്റെ കഥ അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് നാണം തോന്നി. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം വളരെ അഭിമാനത്തോടെ പറയുകയാണ്, ഇതുവരെ മാതാ അമൃതാനന്ദമയി ലക്ഷക്കണക്കിന് പേർക്ക് അങ്ങോട്ടും ഉമ്മം കൊടുത്തിട്ടേ ഉള്ളൂ, ആദ്യമായിട്ട് അവർക്ക് ഇങ്ങോട്ടും ഉമ്മം കൊടുത്തത് ഞാൻ മാത്രമാണ്. അത് അയാൾക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. മോഹൻലാൽ അടക്കം കൊടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ മുഖ്യമന്ത്രി തലസ്ഥാനത്തെത്തി. ഇന്ന് രാവിലെ രാജ്ഭവനിൽ, ഗവർണറുടെ രാജ്ഭവനിൽ പുറത്തിറക്കുന്ന ത്രൈമാസിക രാജഹംസത്തിൻ്റെ ചടങ്ങിൽ രാവിലെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന കണ്ടു. ഞാൻ പലപ്പോഴും ആലോചിക്കും, ഈ ഔദ്യോഗിക ബാഹുല്യങ്ങൾക്കിടയിൽ ഒരുപാട് പാർട്ടി സഖാക്കളെ സഖാവ് പിണറായിക്ക് വിട്ടുപോകുന്നില്ലേ എന്ന്. ഉദാഹരണത്തിന് നമ്മുടെ സഖാവ് പുഷ്പൻ മരിച്ചല്ല, പിണറായി വിജയൻ പോയതായി ഞാൻ കണ്ടില്ല. ഇന്ന് നമ്മളിത് ചിത്രീകരിക്കുന്ന ദിവസം സഖാവ് പുഷ്പൻ മരിച്ചിട്ട് 1 വർഷമാണ്. മുതിർന്ന നേതാവല്ലേ, വയസ്സ് 80 കഴിഞ്ഞു, പഴയ പോലെ ഓടി നടക്കാനാവില്ലല്ലോ. അപ്പോൾ ഈ തിരക്കിനിടയിൽ ചിലയിടത്ത് ഭാര്യയോ മകളെയോ ഒക്കെ അയക്കും, ചിലത് കണ്ടില്ല എന്ന് നടിക്കേണ്ടിയും വരും. കഴിഞ്ഞ വാരം ഞങ്ങളുടെ നാട്ടിൽ പാർട്ടിക്കായി ജീവിച്ച്, വിവാഹം പോലും കഴിക്കാതെ പാർട്ടി സഖാവായി ജീവിച്ച് കഴിഞ്ഞ 2 വർഷക്കാലം ക്യാൻസറിനോട് മല്ലടിച്ച് സഖാവ് കല്ലൂർ ശ്രീധരൻ എന്ന് പറഞ്ഞ ഒരു വിലപ്പെട്ട സഖാവ് മരിച്ചു. ഞാൻ ശാന്തി കവാടത്തിൽ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും പിന്നെ എന്നെ പോലെ സഖാവ് കല്ലൂർ ശ്രീധരൻ സഖാവിനെ സ്നേഹിച്ച ചിലർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീധരൻ സഖാവ് അവസാന കാലം ജീവിച്ച വീടിനടുത്താണ് പിണറായി സഖാവിൻ്റെ പ്രധാന ഗൺമാൻ അനിലിൻ്റെ വീട്. ശ്രീധരൻ സഖാവിനെ പിണറായിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അനിൽ നമ്മുടെ സഖാവ് കല്ലൂർ ശ്രീധരൻ മരിച്ചു കേട്ടോ സഖാവേ എന്ന് കിയ കാറിൽ AC-യിലിരുന്ന് പോകുമ്പോൾ പിണറായി സഖാവിനോട് പറഞ്ഞിരിക്കാൻ ഇടയില്ല. കാരണം എപ്പോഴാണ് ചൂടാവണമെന്ന് പറയാക്കില്ല. അത് ഞാൻ തോന്നണമെന്ന് ചോദിച്ചാൽ ആ കുളമാവില്ലേ. അതുകൊണ്ട് അനിൽ പറഞ്ഞിരിക്കാൻ വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അറിഞ്ഞിരിക്കാനും വഴിയില്ല. പിണറായി സഖാവ് ശ്രീധരൻ സഖാവ് മരിച്ചത് അറിഞ്ഞതായി പോലും കാണിച്ചതുമില്ല. ഒരിടത്തും അദ്ദേഹം ഒന്നും പറയണ ഞാൻ കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റും കണ്ടില്ല. പ്രായം 80 കഴിഞ്ഞേ. ഞങ്ങൾ സഖാക്കൾക്ക് അതറിയാം എന്നതിനാൽ പരാതിയോ പരിഭവമോ പറയാറില്ല. പിണറായിയോട് ഒരു പരാതിയും പറയില്ല, ഒരു പരിഭവവും പറയില്ല. പാർട്ടി മര്യാദയ്ക്ക് ചേർന്നതല്ല അത്.
അദ്ദേഹത്തിൻ്റെ പ്രായവും തിരക്കും നമ്മളല്ലേ അറിയേണ്ടത്. ഇന്നലെ ചാല മാർക്കറ്റിൽ CITU സംഘടിപ്പിച്ച ശക്തനായ ഒരു പാർട്ടി സഖാവായിട്ടായിരുന്നു ചാല ഭാസ്കരൻ നായർ. ആ സഖാവ് ഇന്നലെ മരിച്ചു. പഴയ ഇടിയുടെ അസ്കിതയൊക്കെ കൊണ്ടായിരിക്കാം ഒരുപാട് രോഗപീഠകളിലൂടെ കഴിഞ്ഞു പോയ ആളായിരുന്നു സഖാവ്, ചാല ഭാസ്കരൻ നായർ എന്ന് പറഞ്ഞ സഖാവ്. 80 കഴിയും വരെ ഭാസ്കരൻ നായർ സഖാവും ജീവിച്ചു മരിച്ചു. ഇവിടെയും ജില്ലാ സെക്രട്ടറി ജോയ്, നമ്മളെ വർക്കല MLA ജോയ് സഖാവ് റീത്തുമായിട്ട് ചെന്നു. പ്രായം, തിരക്ക്, അസുഖങ്ങളെല്ലാം നമ്മൾ ഓർക്കണം. ആ കൺസെഷനിൽ അങ്ങനെയുള്ളൊരു കൺസെഷൻ എങ്കിലും നൽകണം മുതിർന്ന PB അംഗത്തിന്. പാർട്ടി ഇളവ് നൽകുമ്പോൾ നമ്മൾ സഖാക്കൾ പരിഭവം പറയാൻ പാടില്ല. അതാണ് നമ്മുടെ പാർട്ടിയുടെ ചട്ടക്കൂട്. അപ്പം നിങ്ങൾ ചോദിക്കും, സഖാവ് VS വെറുക്കപ്പെട്ടവൻ, കിഡ്നി കള്ളൻ എന്നൊക്കെ വിളിച്ചവൻ്റെ തന്ത ചത്തപ്പോൾ അവിടെ പോയി 1 മണിക്കൂറോളം കൊച്ചിയിലെ വീട്ടിൽ നമ്മുടെ സഖാവ് എന്തിനാണ് ഇരുന്നത് എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും. കേരള സ്റ്റേറ്റ് നമ്പർ 1 കിയ കറുത്ത കാറിൻ്റെ ഡോറിനടുത്ത് വരെ ആ വെറുക്കപ്പെട്ടവൻ വന്ന് യാത്ര അയക്കുന്നതും തിരിഞ്ഞ് കുടുംബാംഗങ്ങളെ നോക്കി നമ്മളെ സഖാവ് ടാറ്റ പറഞ്ഞതും കണ്ടാൽ കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവില്ലേ അവരുടെ ഇഴയെടുപ്പം. ഈ വെറുക്കപ്പെട്ടവൻ കാശിറക്കി നമ്മളെ പണിക്കരെ കൊണ്ട്, രഞ്ജി പണിക്കരെ കൊണ്ട് സിനിമയുണ്ടാക്കി, മമ്മൂട്ടിയെ കൊണ്ട് VSനെ തെറി വിളിപ്പിച്ച് പ്രേക്ഷകരെ കൊണ്ട് കൈയടിപ്പിച്ച വെറുക്കപ്പെട്ടവൻ സഖാവിന് വേണ്ടപ്പെട്ടവനായതിനാൽ 1 മണിക്കൂറല്ല, വേണ്ടി വന്നാൽ 1 ദിവസം വേണേൽ അവിടെ ഇരിക്കും. അതാണ് സഖാവിൻ്റെ സ്വഭാവം. സ്നേഹിച്ചാൽ പാർട്ടിയെ വേണമെങ്കിലും പറഞ്ഞയത്ത് വയ്ക്കും. ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്ത സംവിധായകരിൽ ഒരാളാണ് ആചാര്യൻ അശോകൻ എന്ന് വിളിക്കുന്ന മൂക്കില രാജ്യത്ത് പോലുള്ള വർണ്ണം, സാന്ദ്രം എന്നൊക്കെ പറഞ്ഞ പടങ്ങളെടുത്ത അശോകൻ രഹസ്യമാക്കി വെച്ചോ നമ്മളുടെയൊക്കെ എന്നോടൊക്കെ പറയാത്തതാണെന്ന് എനിക്കണ്ട. അശോകൻ ക്യാൻസർ വന്ന് ഗുരുതരാവസ്ഥയിലായപ്പോൾ അയാൾ സിംഗപ്പൂരിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. കാരണം സിംഗപ്പൂരുകാരിയാണ് അദ്ദേഹത്തിൻ്റെ മുറപ്പെണ്ണായ സീതയാണ് കല്യാണം കഴിച്ചത്, ഒരു മോളുമുണ്ട്. അപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് നേരെ പറന്ന് കൊച്ചിയിൽ വന്നാൽ മതി, ലാക് ഷോറിൽ പറഞ്ഞേക്കാമെന്ന് പറയും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ലാക് ഷോറിൽ വിദഗ്ധ ചികിത്സ കൊടുത്തു. പക്ഷേ അശോകൻ രക്ഷപ്പെട്ടില്ല, മരിച്ചപ്പോൾ വർക്കലക്കാരനാണ് അശോക്. വർക്കല അശോകൻ എന്നായിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു അവൻ പേര് വെച്ചിരുന്നത്. എറണാകുളത്ത് നിന്ന് അശോകനെ കൊണ്ടുവരേണ്ടത് തറവാടായ വർക്കലയിലാണ്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അവസാനമായി കാണാനായിരിക്കണം ബോഡി തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ഭാരത് ഭവനിൽ കൊണ്ടുവച്ചു. മുഖ്യമന്ത്രിയും ഭാര്യയും മകളും വന്ന് അവസാനമായി കണ്ട ശേഷമാണ് വർക്കലയിലേക്ക് കൊണ്ടുപോയി ദഹിപ്പിച്ചത്. അതാണ് പിണറായി സഖാവുമായി അടുത്താൽ ഹൃദയം വേണമെങ്കിലും പറിച്ച് തന്നളയും. ഞാൻ ചേതനായിട്ട് കിടക്കുന്ന അശോകൻ്റെ അടുത്ത് നിന്നു. കാരണം അടുത്തൊന്നും ആരും ഇരിപ്പില്ല, അപ്പുറത്ത് തലയുടെ ഒരു വശത്ത് സീതയും മോളൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ അങ്ങനെ അശോകൻ ഒറ്റയ്ക്ക് കിടക്കുന്നുണ്ടോ, അങ്ങനെ ഒറ്റയ്ക്ക് കിടക്കേണ്ട ആളല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അടുത്ത് പോയി നിന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ വർഷങ്ങളുടെ അടുപ്പം ഓർത്ത് ഞാൻ അങ്ങനെ നിന്നു, നിശ്ചലനായി. അപ്പോൾ ഈ മീഡിയ അക്കാഡമിയുടെ ചെയർമാനെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടോ, പഴയ ദേശാഭിമാനിയിലുണ്ടായിരുന്ന സഖാവ് RS ബാബു. അദ്ദേഹത്തിന് തോന്നി അശോകൻ്റെ അടുത്ത് ഞാൻ നിൽക്കുന്നത് ശരിയല്ല, മറ്റൊരാൾ വഴി അവിടെ നിന്ന് മാറി നിൽക്കാൻ എന്നോട് നിർദ്ദേശിച്ചു. RS ബാബുവിന് പറയാം, പക്ഷെ അദ്ദേഹം പറഞ്ഞില്ല. വേറെ സഖാവ് വഴി എന്നോട് പറഞ്ഞു ഒന്ന് മാറി നിൽക്കണം, ഇവിടെ നിൽക്കരുത്. അപ്പം മരിച്ചു കിടക്കുന്ന അശോകൻ്റെ അടുത്ത് നിൽക്കരുതെന്നാണ് പറയണേ. അപ്പം ഞാൻ ആലോചിച്ചു, ഈ ക്യാൻസർ എന്ന് പറയുന്നത് പകരുന്ന രോഗമാണ്. അതായിരുന്നു എൻ്റെ ചിന്ത മുഴുവൻ എന്നോട്. അപ്പോൾ എനിക്ക് തോന്നി, എന്നോട് RS ബാബു സഖാവ് കാണിച്ച കരുതൽ എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം വർദ്ധിപ്പിച്ചു. കാരണം എനിക്കതിൽ നിന്ന് എന്തെങ്കിലും പകരുമോ എന്ന് വിചാരിച്ചായിരിക്കണം അദ്ദേഹം എന്നെ മാറി നിൽക്കാൻ പറഞ്ഞതെന്നാണ് ഞാൻ കരുതിയത്. പിന്നെയാണ് അറിയുന്നത് അശോകനെ കാണാൻ എൻ്റെ പാർട്ടി സഖാവായ പിണറായി അദ്ദേഹത്തിൻ്റെ ഭാര്യയും മോളും ഒക്കെ വരുന്നു. അതുകൊണ്ട് സഖാവ് വരുന്നതിനാൽ സ്ഥലം ക്ലീനാക്കി ഇട്ടതാണ് RS ബാബു. മുഖ്യനും ഭാര്യയും മകളും ഒക്കെ അശോകൻ്റെ ഭാര്യ സീതയോടും മോളോടും ആശ്വാസവാക്കുകൾ പറയുന്നത് കണ്ടപ്പോഴാണ് കടുത്ത മൂകാംബിക ഭക്തനായിരുന്ന സിംഗപ്പൂർ വാസിയായ അശോകൻ ഒരു കടുത്ത സഖാവാണ് എന്ന് എനിക്ക് മനസ്സിലായത്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അദ്ദേഹത്തിൻ്റെ മകൾക്കും ഒക്കെ അശോകനെയും അശോകൻ്റെ ഭാര്യ സിംഗപ്പൂരുകാരിയായ സീതയും ഒക്കെ അറിയാമെന്ന് ഞാൻ അന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അതിന് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം കടുത്ത RSSകാരനായ PP മുകുന്ദനെ എവിടെ വെച്ച് കണ്ടാലും ഞാൻ കാലുതൊട്ട് വന്നിക്കുന്നത് പോലെ സിനിമയിലെ എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ
എന്നെ മുകുന്ദേട്ടൻ വിളിക്കുന്നത് പോലെ അശോകൻ്റെ സിനിമകളുടെ കടുത്ത ആരാധകനാകണം പിണറായി സഖാവ്. ഒരാൾ വന്നേ പറ്റുമെന്ന് ശടിക്കാനാവില്ലല്ലോ നമുക്ക്. ഈ അനാവശ്യ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആലോചിക്കാനും പറയാനും ഇടവന്നത് സിസ്റ്റർ അഭയ കേസിൽ ലോഹയിട്ട പിശാചുക്കൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തത് അടക്കം നിരവധി വഴിവിട്ടവന്മാർക്ക് എതിരെ പോരാടുന്ന ഒരാൾ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ. അദ്ദേഹത്തെ പോലുള്ള ഒരാളാണ് സത്യത്തിൽ ഭാഗ്യം. ജോമോൻ പുത്തമ്പരയ്ക്കൽ എൻ്റെ അടുത്ത സുഹൃത്താണ്. മോഹൻലാലിന് അപ്പോൾ ജോൺ പുത്തമ്പരയ്ക്കൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. മോഹൻലാലിന് എന്തെങ്കിലും സന്തോഷമോ ആഹ്ലാദമോ വരുന്ന സന്ദർഭം വന്നാൽ ഒന്ന് ആക്കിക്കളയാം എന്ന് ശ്രമിക്കുന്ന ഒരാളുണ്ട് മദ്രാസിൽ, നമ്മുടെ ക്യാമറാമാൻ ജെ വില്യംസിൻ്റെ ഭാര്യ ശാന്തി വില്യംസ്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും പറ്റി ഞാൻ ആലോചിച്ചു. കാരണം ജോമോൻ പുത്തമ്പരയ്ക്കലിനെയും ശാന്തി വില്യംസിനെയും. ജോമനൻ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത സ്നേഹിതനാണ്. അദ്ദേഹത്തിന് കേസുകളല്ലാതെ സിനിമകളെപ്പറ്റി സിനിമാക്കാരെ പറ്റി ഒന്നും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഉദാഹരണത്തിന് ഇപ്പോൾ ജോമൻ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന മോഹൻലാലിനെതിരെ ഇട്ട പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് 20-ാം നൂറ്റാണ്ട് രാജാവിൻ്റെ മകൻ തുടങ്ങിയ സിനിമകളുടെ സംവിധായകനായിരുന്ന തമ്മി കണ്ണന്താനം മരിച്ചപ്പോഴും മോഹൻലാലിനെ സൂപ്പർ സ്റ്റാറാക്കിയ കണ്ണന്താനത്തിനെ ഒന്ന് കാണാൻ വന്നില്ല എന്നാണ്. അന്ന് ഞാൻ ഈ കാര്യങ്ങളൊക്കെ FBയിൽ കുറിച്ചതാണെന്നും പുത്തമ്പരയ്ക്കൽ പറയുന്നു. എന്ന് കണ്ണന്താനം മരിച്ച സമയത്തും വില്യംസ് മരിച്ച സമയത്തും KSFDCയുടെ പുതിയ ചെയർമാനായ, ഇത് കണ്ണന്താനത്തിന് അല്ല, നമ്മുടെ ജോമോൻ പുത്തമ്പരയ്ക്കലിന് വേണ്ടി പറയുകയാണ്, KSFDCയുടെ ഇപ്പോഴത്തെ പുതിയ ചെയർമാനായ K. മധു ആണ് 20-ാം നൂറ്റാണ്ടിൻ്റെ സംവിധാനം ചെയ്തതെന്നോ അതിൻ്റെ തിരക്കഥ ഡെന്നിസ് ജോസഫ് അല്ല SN സ്വാമിയാണ് എഴുതിയതെന്നോ നിർമ്മാതാവ് തമ്പി കണ്ണന്താനമല്ല അരോമം മണിയാണെന്നോ ജോമോൻ അറിയില്ല. അതുകൊണ്ടാണ് ജോമോൻ രാജാവിൻ്റെ മകനും 20-ാം നൂറ്റാണ്ടുമൊക്കെ ചെയ്ത് മോഹൻലാലിനെ സൂപ്പർ സ്റ്റാറാക്കിയ തമ്പി കണ്ണന്താനം മരിച്ചിട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ ഫേസ്ബുക്കിൽ ഇട്ടത്. ഈ വിഷയം തന്നെ എനിക്ക് വാട്സാപ്പിലിട്ടപ്പോൾ ഞാൻ മറുപടി ഇട്ടതാണ്. ജോമോന് മറുപടി ഇട്ടു. ഞാൻ അവിടെ തന്നെ കൂപ്പ് കയ്യേറെ ഒരു പടമൊക്കെ എനിക്ക് തിരിച്ചിട്ടു. മോഹൻലാലിനെ തമ്പിച്ചേട്ടൻ സൂപ്പർ സ്റ്റാർ ആക്കിയതല്ല രാജാവിൻ്റെ മകൻ്റെ പ്രസക്തി എന്ന് ഞാൻ പറയും. തനിക്ക് പ്രിയപ്പെട്ട മമ്മൂട്ടിയെ കണ്ട് അതിൻ്റെ തൊട്ട് മുമ്പെടുത്ത ആ നേരം അല്പദൂരം എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടിയായിരുന്നു നായകൻ. പടം ഓടിയില്ല. അടുത്തെടുക്കാൻ പോകുന്ന സിനിമയുടെ കഥ പറയാനായിട്ട് മമ്മൂട്ടിയെ കണ്ടു, കഥ പറഞ്ഞു. നീ ഇനി സംവിധാനം ഒന്നും ചെയ്യേണ്ട, നല്ലൊരു ഡ്രൈവറാണ് നീ, എന്നോടൊപ്പം കൂടിക്കോ എന്ന് പകുതി കാര്യമായിട്ടും പകുതി കളിയായിട്ടും അല്ലെങ്കിൽ തമാശയായിട്ടും പറഞ്ഞപ്പോൾ മനം നൊന്ത് തമ്പി കണ്ണന്താനം മടങ്ങുകയും ഡെന്നിസ് ജോസഫുമായി മോഹൻലാലിനെ പോയി കണ്ട് നടന്ന കാര്യങ്ങളൊക്കെ മറച്ചു വയ്ക്കാതെ പറയുകയും കഥ പോലും കേൾക്കണ്ട ഞാൻ ചെയ്യാമെന്ന് ലാൽ സമ്മതിക്കുകയും ചെയ്ത പടമാണ് രാജാവിൻ്റെ മകൻ. അതെന്താ കഥ കേൾക്കണ്ട എന്ന് ചോദിച്ചപ്പം എഴുതാൻ അറിയാവുന്ന ഒരാളാണ് ഇത് എഴുതുന്നത്. ആര്? ഡെന്നിസ് ജോസഫ്. എടുക്കാൻ അറിയാവുന്ന, ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ് സംവിധാനം ചെയ്യുന്നത്, തമ്പി കണ്ണന്താനം. അങ്ങനെ നിങ്ങൾ രണ്ടുപേരോട് ചെയ്യുമ്പോൾ ഞാൻ എന്തിന് കഥ കേൾക്കണേ എന്നാണ് മോഹൻലാൽ ചോദിച്ചത്. അങ്ങനെയാണ് രാജാവിൻ്റെ മകൻ ഉണ്ടായത്. ശരിക്കും തമ്പി കണ്ണന്താനത്തിൻ്റെ ആത്മാഭിമാനത്തെ മോഹൻലാൽ രക്ഷിക്കുകയായിരുന്നു അന്ന് ചെയ്തത്. അല്ല മോഹൻലാലിനെ സൂപ്പർ സ്റ്റാർ ആക്കിയത് തമ്പി കണ്ണന്താനമാണെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. ജോമോൻ പുത്തമ്പരയ്ക്കിലെങ്കിലും ഇനി അത് പറയരുത്. കാരണം മോഹൻലാലിൻ്റെ 129ാമത്തെ സിനിമയാണ് രാജാവിൻ്റെ മകൻ എന്നെങ്കിലും ജോമോൻ പുത്തമ്പരയ്ക്കൽ മനസ്സിലാക്കണം. 129ാമത്തെ പടമാണ് തിയേറ്ററിലെത്തിയത്. അതിനു മുൻപേ TP ബാലഗോപാൽ MA എന്ന് പറഞ്ഞ സിനിമയ്ക്ക് മികച്ച നടൻ്റെ സംസ്ഥാന അവാർഡും അദ്ദേഹം രാജാവിൻ്റെ മകന് മുമ്പ് തന്നെ നേടിയിരുന്നു. ആദ്യമായിട്ട് മോഹൻലാലിന് സംസ്ഥാന അവാർഡ് കിട്ടിയ പടമാണല്ലോ TP ബാലഗോപാലൻ MA. കുയിലിനെ തേടി, എങ്ങനെ നീ മറക്കും, കാറ്റത്ത് കിളിക്കൂട്, നാണയം, എൻ്റെ മാമാട്ടുകുട്ടി അമ്മയ്ക്ക്, പിന്നിലാവ്, അതിരാത്രം, കളിയിൽ അല്പക്കാരെയും, ഇവിടെ തുടങ്ങുന്നു, ഉയരങ്ങളിൽ, നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട്, അരമരം, കിന്നരം, ബോയിങ് ബോയിങ്, നിന്നിഷ്ടം എന്നിഷ്ടം, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, പഞ്ചാഗ്നി, മിഴുനീർ പൂക്കൾ, യുവജനോത്സവം, സന്മനസ്സുള്ളവർക്ക് സമാധാനം, TP ബാലഗോപാൽ MA, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് മുതലായ നല്ല സിനിമകളിലും സൂപ്പർ ഹിറ്റ് സിനിമകളിലും മമ്മൂട്ടിയോടൊപ്പവും ഒറ്റയ്ക്കും ചെയ്ത് വിജയിപ്പിച്ച 10-30 സിനിമകൾ കഴിഞ്ഞാണ് ഈ 129ാമത്തെ സിനിമ രാജാവിൻ്റെ മകൻ ഉണ്ടാകുന്നത്. രാജാവിൻ്റെ മകൻ സൂപ്പർ ഹിറ്റായിരുന്നു. അതിൻ്റെ പിന്നാലെ വന്ന സുഗമോദേവി, താളവട്ടം, ജനുവരി 1 ഓർമ്മ, 20-ാം നൂറ്റാണ്ട്, തൂവാനത്തുമ്പികൾ, നാടോടിക്കാറ്റ്, ചിത്രം തുടങ്ങി
പണം വാരി പടങ്ങൾ ഉണ്ടായിരുന്നു മോഹൻലാലിൻ്റെ ലിസ്റ്റിൽ പറയാൻ. ഇതൊന്നും അറിയില്ലേൽ മോശമല്ലാത്ത പേരുള്ള ജോമോൻ പുത്തമ്പുരയ്ക്കൽ സ്വയം അപഹാസ്യനാകാൻ പോകരുതായിരുന്നു, ഇനിയെങ്കിലും പോകരുത് എന്നാണ് എനിക്ക് ജോമോനോട് പറയാനുള്ളത്. ഭൂമിയിലെ രാജാക്കന്മാരെ, വഴിയോര കാഴ്ചകൾ തുടങ്ങി പിന്നെയും മോഹൻലാൽ തന്നെയായിരുന്നു തമ്പി കണ്ണന്താനത്തിൻ്റെ നായകൻ. ഒരൊറ്റ സിനിമയിലും മമ്മൂട്ടി വെച്ച് പിന്നെ ചെയ്തിട്ടില്ലല്ലോ. മമ്മൂട്ടിയോട് കഥ പറയാനും പോയിട്ടില്ല. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, സംവിധാനത്തിനൊപ്പം നിർമ്മാണവും വിതരണവും സ്വന്തമായി നടത്തിയ തമ്പിച്ചേട്ടൻ പല സിനിമകളും തട്ടിക്കൂട്ടി ചെയ്ത് പരാജയപ്പെട്ടു. മറ്റൊരു നിർമ്മാതാവിനായി ചെയ്യാതെ മോഹൻലാലിൻ്റെ വിപണന മൂല്യം സ്വന്തം കയ്യിലിരിക്കട്ടെ എന്ന് ചിന്തിച്ചിടത്താണ് തമ്പി കണ്ണന്താനം എന്ന ജോലി അറിയാവുന്ന സംവിധായകൻ്റെ പതനമുണ്ടായത്. രാജാവിൻ്റെ മകൻ്റെ രണ്ടാം ഭാഗം എടുക്കണം എന്ന് ആഗ്രഹിച്ചപ്പോഴും മോഹൻലാലും ഡെന്നീസ് ജോസഫും ആകുന്നത്ര നിരുത്സാഹപ്പെടുത്തിയതാണ്. അത് വേണ്ട, നമുക്ക് വേറൊരു കഥ ചെയ്യാൻ ഞാൻ ഡേറ്റ് തരാമെന്നാണ് മോഹൻലാൽ പറഞ്ഞത്. പക്ഷേ രാജാവിൻ്റെ മകൻ്റെ രണ്ടാം ഭാഗം എടുക്കണം. നായകൻ വിൻസെൻ്റ് തോമസ് മരിച്ചുപോയ സിനിമ അവസാനിക്കുന്നിടത്തുനിന്ന് അയാൾ ജീവിച്ചിരിക്കുന്ന പോലെ ഇനി എങ്ങനെ സിനിമ എടുക്കുമെന്ന് അവർക്ക് സംശയം തോന്നി. അതുകൊണ്ടായിരിക്കണം അവർ ഡെന്നീസ് ജോസഫും പറഞ്ഞു. ഒന്നാമത് ഡെന്നീസ് ജോസഫിന് ഈ രണ്ടാം ഭാഗം എടുക്കുന്ന ഇഷ്ടമല്ല. കോട്ടയം കുഞ്ഞച്ചൻ്റെ രണ്ടാം ഭാഗം എടുക്കാൻ പഠിച്ച പണി 18 ഡെന്നീസ് ജോസഫിൻ്റെ പറഞ്ഞിട്ട് അദ്ദേഹം തയ്യാറാവാത്ത ആളാണ്. അതുപോലെ തന്നെ രാജാവിൻ്റെ മകൻ്റെ രണ്ടാം ഭാഗം അവസാനം നിവൃത്തിയില്ലാതെ സമ്മതിച്ചപ്പോഴും മോഹൻലാൽ പറഞ്ഞു നിർമ്മാണം മറ്റൊരാൾക്ക് കൊടുക്കണം. അതും തമ്പി കണ്ണന്താനത്തിന് സമ്മതമായിരുന്നില്ല. പൊളിഞ്ഞുപോയ ഒരു സംവിധായകനെ ആരും കൂടെ കൂട്ടില്ല എൻ്റെ പൊന്നു ജോമോൻ പുത്തമ്പുരയ്ക്കലെ. പല പല കാരണങ്ങളാൽ നിങ്ങൾ കൊടുക്കുന്ന കേസുകളെല്ലാം തോറ്റാൽ നിങ്ങൾ വേറെ വക്കീലിനെ തേടി പോവില്ലേ ജോമോനെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ജോമോൻ ശരിക്കും ഒരുപാട് കേസ് കൊടുക്കുന്ന ആളാണല്ലോ. അപ്പോൾ കേസ് കൊടുക്കുമ്പോൾ തുടരെ ജോമോൻ തോറ്റു പോവുകയാണ്. അപ്പോൾ ആ വക്കീലിനെ പിന്നെ കൊണ്ടു കിടക്കുമോ? ജോമോൻ അപ്പം മാറ്റും. അതുപോലെ തന്നെയാണ് സിനിമയിലും. വിജയങ്ങളില്ലാതെ തുടരെ പരാജയങ്ങൾ വന്നാൽ ആ ആളിന് ഒരു മാർക്കറ്റ് വാല്യൂ ഇല്ലാതെ പോകും. പിന്നെ ക്യാമറമാൻ ജെ വില്യംസിൻ്റെ കാര്യമാണ്. ജോമോൻ പറയുന്നു എനിക്ക് നേരിട്ട് പരിചയമുണ്ടെന്ന്. നേരിട്ട് പരിചയമുണ്ടെങ്കിൽ വില്യംസിൻ്റെ തെറിവിളി കേട്ടിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അയാൾ മരിച്ചപ്പോഴും തിരക്കി ചെന്നില്ല എന്ന് ജോമോൻ പരാതി പറയുന്നു. ജോമോനെ, ഞാൻ തുടക്കത്തിൽ പിണറായി സഖാവിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമുക്കൊരു കാര്യം വന്നാൽ ഓടിപ്പോവാം. മോഹൻലാലിനോ മമ്മൂട്ടിക്കോ ഒന്നും അതിന് കഴിയില്ല. ഈ സത്യം ജോമോൻ ആദ്യം മനസ്സിലാക്കണം എന്ന് ഞാൻ പറയും. മോഹൻലാൽ ആ സമയം ഇന്ത്യയിലോ കേരളത്തിലോ ഉണ്ടായിരുന്നോ എന്ന് ജോമോൻ അന്വേഷിച്ചോ? മോഹൻലാലിൻ്റെ അച്ഛൻ തലസ്ഥാനത്ത് മരിച്ചപ്പോൾ ഈ പറഞ്ഞ 2 പേരും പോയിരുന്നോ എന്ന് ജോമോൻ പുത്തമ്പുരയ്ക്കൽ അന്വേഷിച്ചോ? വിശ്വനാഥൻ നായർ മരിച്ചപ്പോൾ അദ്ദേഹത്തെ കാണാൻ ഇവർ 2 പേരും തിരുവനന്തപുരത്ത് വന്നോ എന്നൊന്ന് അന്വേഷിക്കണ്ടേ? ഒരു പാലം ഇടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. മദ്രാസിലാണല്ലോ വില്യംസിൻ്റെ താമസം. അദ്ദേഹം ചെന്നൈയിൽ മരിച്ച എത്ര സിനിമാക്കാരുടെ മരണം, 16 അടിയന്തരം, വിവാഹം, ഇതിനൊക്കെ പോയിരുന്നു എന്ന് ജോമോൻ പുത്തമ്പുരയ്ക്കൽ അന്വേഷിക്കണം. ഒരു പാലം ഇട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ ജോമോനെ? അതല്ലേ അതിൻ്റെ ഒരു ന്യായം. അല്ലാതെ വൺ വേ ആവാൻ പാടില്ലല്ലോ. ഇപ്പോൾ എൻ്റെ അമ്മയും അനുജനും മരിക്കുമ്പോൾ കല്ലൂർ ശ്രീധര സഖാവ് സ്വാഭാവികമായും അറിഞ്ഞിരിക്കും. ഇതിന് ശാന്തിപിള്ളയുടെ അച്ഛന് ശാന്തിപിള്ളയുടെ അമ്മ മരിച്ചു, ശാന്തിപിള്ളയുടെ അനുജൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും ശ്രീധര സഖാവ് അറിഞ്ഞിരിക്കും. വന്നോ? ശ്രീധര സഖാവ് വന്നില്ല. ഫോണിൽ വിളിച്ചോ? ശ്രീധര സഖാവ് വിളിച്ചില്ല. എന്നിട്ടും ഞാൻ ശ്രീധര സഖാവിനെ അവസാനമായി കാണാൻ പോയി. അതുപോലെ താരങ്ങൾക്ക് പോകാനാകില്ല ജോമോനെ. മാമുക്കോയും ഇന്നസെൻറ്റും മരിച്ചിടത്ത് ഇവിടുത്തെ വൃത്തികെട്ട യൂട്യൂബർമാരും താരങ്ങളെ കാണാൻ കടുപിടി കൂടുന്നവന്മാരും എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് ജോമോൻ അറിയാമോ? ഒടുവിൽ മാമുക്കോയുടെ മകന് തന്നെ ഒരുത്തൻ്റെ ക്യാമറ പിടിച്ചു വാങ്ങേണ്ട ഗതികേടുണ്ടായി. അത് വലിയ വാർത്തയായി എന്നുള്ളത് ജോമോൻ അറിയാമോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഒന്നുകൂടിയുണ്ട്. ഈ സഹപ്രവർത്തകർ മരിക്കുന്നിടത്ത് മമ്മൂട്ടിയും മോഹൻലാലും വരാത്തതിൽ മാത്രമാണ് നാട്ടുകാർക്ക് മുഴുവൻ ദുഃഖവും സങ്കടവും ദേഷ്യവും ഉള്ളത്. അവർക്കെന്താ കൊമ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കും. കണ്ണന്താനം നിർമ്മിച്ച കടലോരക്കാറ്റ് എന്ന് പറഞ്ഞ ദയനീയമായി പൊളിഞ്ഞുപോയ സിനിമയിലെ നായകനായിരുന്നു സുരേഷ് ഗോപി. ഞാൻ ചോദിക്കുന്നു, അയാൾ പൊതുപ്രവർത്തകൻ കൂടിയല്ലേ? അന്വേഷിച്ച് പോകണ്ടേ? എന്നെ വെച്ചൊരു പടം എടുത്ത് കുത്തുവാളെടുത്തവനാണ് തമ്പി കണ്ണന്താനം. അയാൾ മരിച്ചു കിടക്കും. അല്ലെങ്കിൽ രാജാവിൻ്റെ മകനിൽ എനിക്കൊരു നല്ല വേഷം, വിൻസെൻ്റ് ഗോമസിൻ്റെ അനുയായികളുള്ള വേഷം തന്നതാണ്, പോണം എന്ന് വിചാരിക്കേണ്ടതല്ലേ? എന്താ നിങ്ങൾ സുരേഷ് ഗോപിയുടെ പേര് പറയാത്തത്? ഒരാൾ സുരേഷ് ഗോപി തിരിഞ്ഞു നോക്കിയില്ല എന്ന് ഒരാളെങ്കിലും പരാതി പറയുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എല്ലാവർക്കും മമ്മൂട്ടി വന്നില്ല, മോഹൻലാൽ വന്നില്ല എന്നേ പറയും. എത്രയോ സിനിമകളിൽ
വില്യംസ് ക്യാമറ വെച്ചതിൽ സുരേഷ് ഗോപി നിന്നിട്ടുണ്ട് ക്യാമറയുടെ മുന്നിൽ. സുരേഷ് തിരിഞ്ഞു നോക്കിയില്ല എന്ന് ശാന്തി വില്യംസ് പറയാത്തത് എന്താ? എത്രയോ ദിവസം മോഹൻലാൽ വീട്ടിൽ വന്ന് ചാളയും ചോറും കയറ്റിയിട്ട് പോയെന്ന് ശാന്തി വില്യംസ് കാണുന്ന ചാനലുകളിലെല്ലാം പരിഭവം പറയുന്നു. വില്യംസ് നിർമ്മിച്ച് സംവിധാനം ചെയ്ത സിനിമയ്ക്ക് സാമ്പത്തിക ഞെരുക്കം വന്നു. അപ്പോൾ വില്യംസ് വിളിച്ച് പറഞ്ഞിട്ടായിരിക്കാം ശാന്തി വില്യംസ് സ്വന്തം സ്വർണ്ണമെല്ലാം കൊണ്ടൊന്ന് പണയം വെച്ച് സെറ്റിൽ ചെന്നിട്ട് മോഹൻലാലിന് കൊടുക്കാനുള്ള കാശ് കൊടുത്തു. എന്തിനാ ചേച്ചി സ്വർണം പണയം വെച്ച് കാശുമായി വന്നത്? ഞാനിപ്പോൾ കാശ് ചോദിച്ചോ എന്നാണ് മോഹൻലാൽ ചോദിച്ചത് എന്ന് പറയുന്നതും ഈ ശാന്തി വില്യംസ് തന്നെ. അപ്പം മോഹൻലാൽ വില്യംസ് ജീവിച്ചിരുന്നവൻ മാന്യമായിട്ട് പെരുമാറിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി എന്തിനാണ് ചേച്ചി ഇപ്പം സ്വർണം പണയം വെച്ചത്? ഞാൻ നിങ്ങളുടെ പൈസ ചോദിച്ചോ? അത് വിതരണമൊക്കെ ആയിട്ട് എനിക്ക് തന്നാൽ പോരെ എന്നാണല്ലോ എൻ്റെ അർത്ഥം. അല്ല, അത് ലാലിനെ പൈസ സെറ്റിൽ ചെയ്യണമെന്ന് വില്യംസ് പറഞ്ഞു. വില്യംസിനെ ഒന്നാമത് ഭാര്യയായ ശാന്തി വിളിക്കുന്ന കുരങ്ങനെന്നാണ്. കാരണം അയാൾക്ക് സൗന്ദര്യമില്ല, ഇവരാണ് ഈ സൗന്ദര്യ റാണിയുമാണ്. അപ്പോൾ ആ കുരങ്ങൻ കിടന്ന് വിളിക്കുന്ന ലാലിന് പൈസ തരണമെന്ന്, അതുകൊണ്ടാണ് ഞാൻ പണയം വെച്ചുകൊണ്ട് വന്നതെന്നായിരിക്കും ചിലപ്പോൾ മോഹൻലാലിനോട് പറഞ്ഞത്. ജോമന് നല്ല പരിചയമുണ്ടെന്നില്ലേ പറഞ്ഞത്. ഇനി ശാന്തിയെ കാണുമ്പോൾ ഒരു കാര്യം പറയണം. വീട്ടിൽ കയറി വന്നപ്പോൾ വേവിച്ച കപ്പയും ചോറും മീൻകറിയും മോഹൻലാൽ വാങ്ങി കഴിച്ചത് പട്ടിണി ആയതുകൊണ്ടല്ല. വീട്ടിലെ ഭക്ഷണം കഴിക്കാം, ശാന്തി ചേച്ചി വയ്ക്കുന്ന ഭക്ഷണം കഴിക്കാം എന്നൊക്കെ കൊതിച്ചിട്ടാവും. ഇനി അക്കാര്യം വിളിച്ചു പറഞ്ഞ് സ്വയം ചെറുതാകണ്ട എന്ന് ജോമനൊന്ന് പറയണം, ഒന്ന് ഉപദേശിക്കണം. ഇങ്ങനെ പറയുകയാണെങ്കിൽ നടക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാത്ത, ഒരു ഉറപ്പുമില്ലാത്ത തിരനോട്ടം എന്ന ആദ്യ സിനിമയുടെ മാസങ്ങൾ നീണ്ട ചർച്ചക്കാലവും പിന്നെ അതിൻ്റെ ഷൂട്ടിങ്ങും ഒക്കെ നടക്കുന്ന സമയത്ത് മാസങ്ങളോളം ഈ പറയുന്ന മോഹൻലാൽ അടക്കമുള്ള ടീമിന് വച്ച് വിളമ്പിയ നമ്മുടെ നിർമ്മാതാവ് സുരേഷ് കുമാറിൻ്റെ അമ്മ എന്തൊക്കെ പരാതി പറയണം. സുരേഷിൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ലാലോ മമ്മൂട്ടിയോ വന്നോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്, എനിക്കറിയില്ല. ആരെങ്കിലും ഈ നേരം വരെ അതിൻ്റെ പേര് പരാതി പറഞ്ഞതും ഞാൻ കേട്ടിട്ടില്ല. ഓർക്കുന്നവർ, സമയമുള്ളവർ, മറ്റുള്ളവർ വരട്ടെ, അങ്ങനെ നല്ല മനസ്സുള്ളവർ വരട്ടെ. വന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ് പരിഹാസ്യരാകണ്ട ജോമോനെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഒരു കാര്യം പറയാം, എൻ്റെ കാര്യം. കൊച്ചിയിൽ താമസിക്കുന്ന, ദുബായിൽ ഇവിടുന്ന് ഒരുപാട് സാധനങ്ങളുടെ കയറ്റുമതി നടത്തുന്ന റഫീഖ്, നല്ല സുഹൃത്താണ്, ഞങ്ങൾ നേരി കണ്ടിട്ടില്ല. സദാസമയവും നമ്മുടെ പ്രോഗ്രാം കാണുന്ന വീക്ക്നെസ് ഉള്ള ആളാണ് റഫീഖ്. ഭാര്യ ചോദിക്കും, നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് മടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു റഫീഖിനോട്. റഫീഖിന് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. ഞാൻ മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞു തോന്നുന്നു, ഒരൊറ്റ ദിവസം ഒരു നേരം ഉച്ചയൂണ് റഫീഖിൻ്റെ വക. ഞാൻ സമ്മതിച്ചു, ചേട്ടൻ വെജിറ്റേറിയനായതിനാൽ നമുക്ക് BTH-ലുണ്ടാകും. ഞാൻ അത് ഓക്കെ, അത് മതി എന്ന് പറഞ്ഞു. എന്ന് വരും. അപ്പോൾ എനിക്ക് ഈ കഴിഞ്ഞ ബുധനാഴ്ച കൊച്ചിയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. നാദിർ ഷയെ ഒന്ന് കാണണം, ഒരു കാര്യം സംസാരിക്കാൻ. അന്നുണ്ണാം എന്ന് ഞാൻ ഏറ്റു. സമ്മതം എന്ന് റഫീഖും പറഞ്ഞു. ഞാനിവിടുന്ന് രാവിലത്തെ 9 മണിക്ക് പോകുന്ന നേത്രാവതിയിലാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത്. ഞാൻ വന്ദേ ഭാരതിൽ കിട്ടുമെന്നാണ് വിചാരിച്ചത്, കിട്ടിയില്ല. അപ്പം ഞാൻ നേത്രാവതി കയറിപ്പോയി. അവിടെ എത്തുമ്പോൾ മണി 2. എന്നെ കാത്ത് കാറ് കിടക്കുകയായിരുന്നു. ഞാനത് കയറിങ്ങ് പോയി. അങ്ങ് തമ്മനം ഭാഗത്തോടെയാണ്, എനിക്ക് സ്ഥലം പറഞ്ഞു തരാൻ അറിയില്ല. കലൂരൊക്കെ കഴിഞ്ഞ് എടറോടി കൂടെയൊക്കെ പോകണം കേട്ടോ. ചലച്ചിത്ര എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റുഡിയോ ഉണ്ട്. അവിടെ പോയി നാദിർ ഷയെ കണ്ടു. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അവിടുന്ന് ഞാൻ ഊണ് കഴിച്ചു. കാരണം 2:30 മണി കഴിഞ്ഞു. നാദിർ ഷ പറഞ്ഞു, ഇനി ചേട്ടാ പുറത്തുനിന്ന് പോയി കഴിക്കണം, ഇവിടുന്ന് കഴിക്കാം എന്ന് പറഞ്ഞ് ഞാൻ കഴിച്ച് തീരുന്ന ഒരു പാവം നാദിർ ഷ എൻ്റെ അടുത്തിരുന്നു. ഡബ്ബിങ്ങൊക്കെ നിർത്തി ഹരിഷി അശോകൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നാദിർ ഷ വന്ന് എൻ്റെ അടുത്ത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. മണി 5 ആയി. 5:30 മണിക്ക് ജനശതാബ്ദിയുണ്ട്. ഞാൻ അതിൽ എന്നെ വീണ്ടും അവർ കാറിൽ കയറ്റി സൗത്തിൽ കൊണ്ടുവിട്ടു. സൗത്തിൽ നിന്ന് ഞാൻ ജനശതാബ്ദിക്ക് ഇറങ്ങിപ്പോന്നു. എനിക്ക് ഈ നേരം വരെയും ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചിട്ട്, റഫീഖിനെ വിളിച്ചിട്ട്, റഫീഖെ പറഞ്ഞതുപോലെ എനിക്ക് വരാൻ പറ്റില്ല എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞുമില്ല. റഫീഖ് എന്നെ വിളിച്ചില്ല, ചിലപ്പോൾ പിണങ്ങിയിരിക്കുന്നതായിരിക്കാം. ഇതുപോലെ ഓരോ സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ആയിരിക്കും പലർക്കും പലയിടത്തും സമയത്തിന് എത്താതെ പോകാൻ പറ്റുന്നത്, പോകാതിരിക്കാനാവുന്നത്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ ജോമൻ തന്നെ എത്ര പ്രോഗ്രാമുകൾ ക്യാൻസൽ ചെയ്തിരിക്കും. അതൊക്കെ ഓരോ സാഹചര്യങ്ങളാണ്. ഈ മോഹൻലാലിനെ പഴി പറയാം, അതും അയാൾ എന്താ പറയുക, ഈ ചെറുപ്രായത്തിൽ മധുസാറിനെ പോലെ
92 വയസ്സായ മനുഷ്യൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു 64 വയസ്സുള്ള മോഹൻലാൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡൊക്കെ വാങ്ങി രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് അതെല്ലാം ഏറ്റുവാങ്ങി സന്തോഷവാനായിരിക്കുന്ന സമയത്ത് ജോമോനും ശാന്തി വില്യംസും കൂടെ ഈ ചക്കളത്തി വർത്താനം പറയണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജോമോൻ പറയണ്ടായിരുന്നു. ശാന്തി കുറേ കാലമായിട്ട് ശാന്തി വില്യംസ് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, അതിങ്ങനെ ആകാശവാണി ഓൺ ചെയ്യുമ്പോൾ രാവിലെ കേൾക്കുന്ന പോലെ അതിങ്ങനെ പറഞ്ഞോട്ടെ. പക്ഷേ ജോമോൻ അത് പറയാൻ പാടില്ലായിരുന്നു. ഇനിയെങ്കിലും ജോമോൻ അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും നമ്മുടെ വ്യൂ പോയിന്റ് കാണരുത്. മോഹൻലാലിനെ പോലെ മമ്മൂട്ടിയെ പോലെ ജനപ്രിയരായ, എവിടെ പോയാലും 10,000 പേര് വന്ന് കൂടുന്ന, ഇന്നലെ വിജയുടെ കേസ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അതുപോലെ ജനസഞ്ചയം വന്ന് കൂടുന്നിടത്തൊന്നും ഒരു മരണ വീട്ടിൽ മമ്മൂട്ടിയെ മോഹൻലാലിൽ ചെന്നാൽ അവിടെ കോമഡിയായി മാറും. അവിടെ നിൽക്കുന്ന ചെടികൾ മുഴുവൻ ചവിട്ടി നശിപ്പിക്കും, ഗേറ്റിനെ വലിച്ചു പൊളിക്കും, വീടിനെ കത്തിക്കും. അതിനൊക്കെ പോകണ്ടെന്ന് വിചാരിച്ചാണ് പലയിടത്തും ഒരു പോകത്തെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം മാമുക്കോയെ അടക്കുന്ന ആ കടലിൻ്റെ സൈഡിലുള്ള പള്ളിയുടെ സെമിത്തേരിയിൽ മമ്മൂട്ടിയെ മോഹൻലാൽ ചെന്നിരുന്നെങ്കിൽ ആ സെമിത്തേരിയിൽ മരിച്ചു കിടക്കുന്ന ആളുകളെ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ പുറത്തൊക്കെയാണ് കയറി നിൽക്കുന്ന ഒരു ഉണക്ക ഫോണും വെച്ചോണ്ട് യൂട്യൂബർ എന്നും പറഞ്ഞുകൊണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കും അവർ കൂടുതലും മടിക്കുന്നത്. അതിനെ നമ്മൾ വേറൊരു രീതിയിൽ കാണരുത് ജോമോനെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. ജോമോൻ ഇത് പറഞ്ഞെന്ന് പറഞ്ഞ് ക്ഷിപ്രകോപിയാണ്, എന്നെ പണം കണ്ട, ഞാൻ നല്ല അർത്ഥത്തിൽ പറയാണ്. ജോമോനെ ശാന്തി പറയും പോലെ ഒന്നും നിങ്ങൾ പറയരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ കുറേ രാഷ്ട്രീയം പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ, ഓരോരുത്തർക്കും ഓരോ സൗകര്യമുള്ളിടത്ത് പോകും, സൗകര്യം ഇല്ലെങ്കിൽ പോകാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അത് തന്നെ ഉദാഹരണമായിട്ടാണ് ഞാൻ പിണറായിയുടെ തിരക്കിനെ കുറിച്ച് പറഞ്ഞത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.